നമുക്കറിയാം ഈ വെഞ്ഞാറമൂട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം, അതായത് ഇന്നലെ ഉച്ച തിരിഞ്ഞുണ്ടായ സംഭവമാണ് ഒരു വീട്ടിലെ 6 പേരെ കൊലപ്പെടുത്തിയത്. നമ്മളതെല്ലാവരും വാർത്ത കണ്ടതാണ്. ഞാൻ ഇനി അത് വീണ്ടും പറയുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇന്ന് ഞാൻ നമ്മുടെ ന്യൂസ് 18 കണ്ടൊരു വാർത്തയാണ്. അതായത് ആംബുലൻസ് ഡ്രൈവറായ ഒരാൾ, അദ്ദേഹം ഈ പറയുന്ന അമ്മയെ, അതായത് അഹാൻ എന്ന് പറയുന്ന ഈ ക്രിമിനലിന്റെ അമ്മയെ എടുത്തുകൊണ്ട് ആശുപത്രി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് സംഭവിച്ചൊരു വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കറിയില്ല, രാവിലെ ആ വാക്കുകൾ കേട്ടപ്പോൾ എന്തൊരു മനസ്സിലൊരു വല്ലാത്ത പിടച്ചിലായിപ്പോയി. അത് കേട്ട എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ ഈ കണ്ട ആളുകളുടെ അവസ്ഥ എത്രയോ ഭയാനകമായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന അഹാൻ എന്ന് പറയുന്നവൻ, ഇവൻ മറ്റുള്ള ലഹരിക്ക് എന്തോ അടിമയായിരുന്നു എന്ന് ആദ്യം കുറെ നിഗമനങ്ങൾ വന്ന് എന്തിനാണ് ഇത് ചെയ്തതെന്ന് ഇന്നും ഇപ്പോഴും പോലീസുകാർക്കറിയില്ല. ഉമ്മ അതിക്രൂരമായി മർദ്ദനമേറ്റ ഉമ്മ വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പൊ ഉമ്മയ്ക്ക് ബോധം വന്ന സമയത്ത് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറയുന്നത് അത് കട്ടിലിൽ നിന്ന് എണീറ്റപ്പോൾ താഴെ വീണതാണെന്നാണ്. മകനെ സംരക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ സ്നേഹം, അല്ലെങ്കിൽ മകന് ഒന്നും പറ്റരുതെന്നുള്ള അമ്മയുടെ സ്നേഹത്തോടുകൂടി അമ്മ പറയുന്നതാണ്. പക്ഷേ ആ അമ്മയ്ക്ക് അറിയില്ലല്ലോ, ആ അമ്മയുടെ സഹോദരങ്ങൾ, ആ അമ്മയുടെ പൊന്നുപോലെ നോക്കിയിരുന്ന മക്കളെ അവൻ കൊന്നിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത്. ആ വീടിന്റെ അല്ലെങ്കിൽ ആ കുടുംബമേ ശിഥിലമാക്കിയിട്ടാണ് അവനവിടെ നിൽക്കുന്നത് എന്നുള്ളത്. അച്ഛൻ ഗൾഫിലായി, അച്ഛന് വരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം ആ അച്ഛൻ ആയുസ് തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ ആ അച്ഛന്റെ ജീവൻ കൂടി അവൻ എടുക്കത്തില്ലായിരുന്നോ? എന്ത് ലഹരിയാണെങ്കിലും എന്ത് മാങ്ങാത്തൊലിയാണെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ഇത്രയും പേരെ കൊല്ലാനായിട്ട്, ഈ തന്തയില്ലായ്മ കാണിക്കാനായിട്ട് ഇവന് ഈ വന്ന ഒരു ധൈര്യം, ആ ഒരു ധൈര്യം നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ളൊരു ചോദ്യമാണ്. നിന്നെയൊക്കെ കൊണ്ട് എന്നെ എന്ത് ചെയ്യാൻ പറ്റൂടാന്നുള്ളൊരു ഒറ്റ ചോദ്യം. അതുകൊണ്ട് മാത്രമാണ് കുടുംബത്തിലെ 6 പേരെയും കൊല്ലാനായിട്ട് 5 പേരെ കൊന്നിട്ട് ഇവൻ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നിട്ട് അവന്റെ ഡയലോഗ് അടിച്ചത്, ഞാൻ 6 എണ്ണത്തിനെ തീർത്തിട്ടാണ് വന്നേക്കുന്നതെന്ന്. ഈ തന്തയില്ലായ്മ കാണിക്കുന്നതിന് ഇവനൊക്കെ ഒരു മറുപടി കിട്ടാത്തത് കൊണ്ടല്ലേ ഈ പരിപാടി അവൻ കാണിക്കുന്നത്. ഈ പരിപാടി അവൻ കാണിച്ചതിന്റെ ഫലമായിട്ട് അവന്റെ ഏറ്റവും അവനെ സ്നേഹം ഉണ്ടായിരുന്ന, അല്ല അവന് സ്നേഹം ഉണ്ടായിരുന്ന അവന്റെ അനിയൻ, അതും പോരാഞ്ഞിട്ട് ആ പെൺകുട്ടി അവളുടെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് കൊന്നതാണ് ഇവൻ. എന്നിട്ട് അവൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അതായത് ഈ പെൺകുട്ടി ഇവൻ എന്തായാലും കടം ബാധിച്ച് മരിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു, അമ്മയും മരിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അമ്മയ്ക്ക് പേടി മരിക്കാൻ. അപ്പോൾ മോനങ്ങ് ചെയ്തു കൊടുത്തു, അമ്മയുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു. പെൺകുട്ടി അവൻ മരിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവെന്ന് വിചാരിച്ച് പെൺകുട്ടിയെ കൊന്നു. പിന്നെ എന്തിന് അനിയനെ കൊന്നു? ഇതിൽ രാവിലെ ഞങ്ങളുടെ വാർത്തയിൽ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഇവനൊരു പണം ഒരു പലിശയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ പണം തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്ന സമയത്ത് അമ്മയോടും എല്ലാവരോടും മാലയൊക്കെ ചോദിച്ചു, ആരും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ അമ്മയെ ആദ്യം പോയി കൊന്നിട്ട് മാല എടുക്കുന്നു. ആ മാല കൊണ്ടുപോയി അവൻ പണം മേടിച്ച ആ ബാങ്കിന് കൊടുക്കുന്നു. അതിനുശേഷം വീട്ടിലേക്ക് വരുന്നു, ബാക്കിയുള്ളവരെ കൊല്ലുന്നു. അത് എന്തൊരു മുട്ടാപ്പോക്കി ന്യായങ്ങളും കള്ളത്തരങ്ങളുമാണ് ഇവൻ പോലീസിന്റെ അടുത്ത് പറയുന്നത്. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ഇവൻ ഉത്തരം പറയും, പക്ഷെ പോലീസുകാർ ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയും ഇവന്റെ മുട്ടാപ്പോക്കി ന്യായം പറയും, പോലീസുകാർ അതൊന്ന് മീഡിയയുടെ അടുത്ത് പറയും. എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാക്കിയിട്ട് വേണ്ട മീഡിയയോട് സംസാരിക്കാൻ. അപ്പൊ ഇതിനകത്ത് എനിക്കുള്ളൊരു ചോദ്യം, ഇവൻ ഈ പറയുന്ന പൈസ കടം മേടിച്ചിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ അമ്മയെ കൊന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവൻ ഈ പൈസ കടം മേടിച്ച സ്ഥലത്ത് പോയിട്ട് അവരെ കൊന്നാൽ പോരെ? എന്തിനാണ് അമ്മയുടെ അമ്മയും ഈ വീട്ടുകാരെ മുഴുവൻ കൊല്ലുന്നത്? ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവന്റെ പ്രശ്നം തീരില്ലേ? അപ്പൊ അതൊന്നും അല്ല അവന്റെ പ്രശ്നം. അവന്റെ പ്രശ്നം മറ്റെന്തൊക്കെയാണ്. അവൻ ഈ ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വേറെ എന്തെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്തായാലും സത്യം പുറത്തു വരട്ടെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ വീട്ടിൽ നടന്ന ഈ പറയുന്ന ആ ആംബുലൻസ് ഡ്രൈവറിന്റെ ഒരു അറിയിപ്പ്, അല്ലെ അദ്ദേഹത്തിന്റെ ഒരു വിവരണം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹം മുന്നിൽ കണ്ട കാര്യങ്ങളൂടെ ഒന്ന് കേട്ടു നോക്കാം. കൂട്ടുകാരനാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും വിഷം കുടിച്ച് ഇവിടെ കിടക്കുന്ന അങ്ങനെ പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നമ്മൾ ഓണറിന്റെ വീട് എവിടെയാണ്, അപ്പോൾ ഓണറിന്റെ അടുത്ത് ഒന്നും കൂടി ചെന്ന് നോക്കാൻ പറഞ്ഞു കാര്യമുള്ളതാണോ എന്ന്. ഓണർ വന്നിട്ട് നമ്മളെ പെട്ടെന്ന് വിളിച്ചിട്ട് വണ്ടി എടുത്ത് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഓടി വന്നപ്പോൾ 3 നമ്മളൊരു 6:30-7 മണിക്കകത്ത് ആ സമയത്താണ് ഇവിടെ എത്തിയത്. വന്നപ്പോ പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ പെട്ടെന്ന് ഇടന്ന് പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ എടുത്ത് കൊടുത്തുവിട്ട്. അപ്പം അകത്ത് അവന്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവനും കൂടെ അകത്ത് കയറി പോയി. അകത്ത് കയറിപ്പോ എടാ ഇങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞ് അപ്പൊ പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ വളച്ചിട്ട് അവന്റെ ഉമ്മയെ ആദ്യം കയറ്റി. ഉമ്മയുടെ ബാക്ക് തലയിവിടെയൊക്കെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് ചതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പോകുന്നുണ്ട് അങ്ങനെ നേരെ ഗോകുൽ ആശുപത്രി ചെന്ന് കയറ്റി. അവിടെ നിന്ന് കയറ്റിയപ്പോൾ നമ്മളെ നേരെ കയറ്റിയാണ് ചെയ്തത്. എനിക്ക് 2 പേര് ഡെത്തായി കിടക്കുക എന്ന് പറഞ്ഞ് ചിറ്റിയിൽ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട്. കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ. മറ്റേ പയ്യന്റെ ഒരു കണ്ണില്ല, ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിരിപ്പുണ്ട്, ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്ത് പോയി. അങ്ങനെയാണ് ഇരിക്കുന്നത് മറ്റേ പെണ്ണിന്റെ നെറ്റിയിലും കവിളിലുമായിട്ടാണ് നല്ലൊരു കുഴിയുണ്ട്. ഈ മുഖത്താണ് എല്ലാവർക്കും മുഖത്താണ് പരിക്ക് പറ്റിയിരുന്നത്. വേറെ ശരീരത്ത് വേറെ എങ്ങും മുറിവൊന്നുമില്ല. അതായത് ഒരേപോലെയാണ്, എല്ലാവർക്കും ഒരേപോലെയാണ് അടിച്ചേക്കുന്നത്. ഉമ്മാക്കും മറ്റേ പെണ്ണിനും
പയ്യനും ഒരേ കണക്കാണ് കിട്ടിയത്. കാരണം നെറ്റ് ഇവിടെ ഒരു ഹോളായി ബാക്കിൽ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ബുള്ളറ്റ് എന്നാണ് വിചാരിച്ചത്, തോക്ക് വെച്ച് വെടിവെച്ചെന്ന് അങ്ങനെ. പിന്നെയാണെല്ലാം പറഞ്ഞത് തോക്കല്ലാതെ ഇതാണ് നമുക്ക്, അതായത് വെടിവെച്ച പോലെ ആയിരുന്നു, വെടിവെച്ച പോലെ ആയിരുന്നു കണ്ടു. കാരണം ഇവിടെ കൂടെ തുളച്ച് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്, ചത ഇപ്പുറത്ത് വെളിയിൽ വന്നിട്ടുണ്ട്. 3 പേർക്കും അങ്ങനെ ഉണ്ട്? അല്ല, പെണ്ണിന്റെ മാത്രം. മറ്റേ പയ്യന് കണ്ണും ഉമ്മാക്ക് ബാക്ക് സൈഡായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഗോകുലത്തിൽ എത്തി സ്ട്രെച്ചറിൽ നിന്ന് നമ്മുടെ സ്ട്രെച്ചറിൽ നിന്ന് അവരുടെ സ്ട്രെച്ചറിലോട്ട് ഈ എന്റെ കൈ ആ ഉമ്മയുടെ തലയ്ക്കകത്ത് കയറിപ്പോയി. ഈ വിരല് അത്രയ്ക്ക് നല്ല ആഴം ഉണ്ടായിരുന്നു തലയ്ക്കകത്തോട്ട്. തല ഓട്ടിയിൽ കൈ തട്ടിയിട്ടുണ്ട് എന്റെ. അപ്പൊ ഈ ഇത് കണ്ടപ്പോ പിന്നെ അങ്ങനെ വെടിയുണ്ടയാണ് തുളച്ച കയറിയതെന്ന് തോന്നിക്കുന്നത്. അത്രയും ഭീകരമായിരുന്നു, അത്രയും നല്ല ആഴത്തിലായിരുന്നു. നമ്മളൊരു റൗണ്ട് കണക്ക് 2 സൈഡും ഇവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ തുളച്ചങ്ങ് അകത്തോട്ട് കയറിയിരിക്കുക. കണ്ടില്ലേ, അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, ചുറ്റിക വെച്ച് അടിച്ചിട്ട് ആ പെണ്ണിന്റെ മുഖത്തുണ്ടായിരുന്ന, നെറ്റിയിലുണ്ടായിരുന്ന ആ ചത, അതായത് ആ ദശ, അത് പുറകിൽ വന്നു എന്നാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? അത്രയും ക്രൂരമായിട്ടൊരു മനസ്സുള്ളത് കൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്തത്. ഒരാളെ കൊല്ലാനാണെന്നുണ്ടെങ്കിൽ അവൻ വേറെ രീതിയിൽ അവന് ചെയ്യാം. പക്ഷെ എല്ലാവരെയും ഒരേ രീതിയിൽ തലക്കടിച്ച് കൊന്നിട്ട് അവൻ അതിനുശേഷം കുളിച്ചൊരുങ്ങിയിട്ട് അവൻ ബൈക്ക് എടുക്കാതെ ഓട്ടോ വിളിച്ചാണ് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത്. അതായത് ഞാൻ 6 എണ്ണത്തിനെ കൊന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പിന്നെ അവനെ ആരും ഒന്നും ചെയ്യില്ലല്ലോ, നാട്ടുകാർ പോലും ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. എനിക്ക് പറയാനുള്ളത്, ഇവൻ ഈ പറയുന്ന രീതിയിൽ ഇവനിപ്പോൾ ജീവപര്യന്തം നോക്കിയിട്ട് ഒരു നാളും പുറത്തിറങ്ങി, ഇപ്പോൾ ഉള്ള കേസും കാര്യങ്ങളൊക്കെ ഒതുങ്ങുമ്പോൾ പല ന്യൂസ് വരുമ്പോഴും അവരുടെ അതിൻ്റെ എല്ലാം പുറകെ ഈ പറയുന്ന നമ്മുടെ ഈ മീഡിയകളെല്ലാം പോകും. പക്ഷേ ആ സമയത്ത് ഇവന് ചിലപ്പോൾ ജീവപര്യന്തം കിട്ടുമ്പോൾ പുറത്തിറങ്ങും. അങ്ങനെ ഇറങ്ങുന്നതിൻ്റെ അന്ന് നാട്ടുകാരുടെ കയ്യിൽ ഇവനെ കിട്ടിയ നാട്ടുകാർ ഈ പറയുന്ന നീതി നടപ്പാക്കണം. ആ അനിയനെയും ആ പെണ്ണിനെയും അതേപോലെ അമ്മയുടെ അനുജനെയും അല്ലെങ്കിൽ അമ്മയുടെ സഹോദരി എല്ലാത്തിനെയും കൊന്നിട്ട് വന്നിരിക്കുന്നവനെ ഇത് നാട്ടുകാർ തന്നെ നിയമം കയ്യിലെടുത്ത് ഇവനെ തീർത്ത് കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് മനോരമ ന്യൂസിൽ അതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത്, അതിൻ്റെ അവൻ ചെയ്തതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് കണ്ടു നോക്കാം. അത് ഇവൻ അവിടെ പോയിട്ട് വരുന്നു, എവിടെ വന്നു, എപ്പോഴാണ്, എന്താണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ. ആസൂത്രണത്തോടെയാണ് നടത്തിയത്. 6 മണിക്കൂറിനുള്ളിൽ 5 പേരെയാണ് അരുൺ കൊല ചെയ്തത്. 25 കിലോമീറ്റർ ചുറ്റളവിൽ 3 വീടുകളിലായിട്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അതിക്രൂരമായി അഫാൻ ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയത്. വെഞ്ഞാറമൂട് പേരുമലയിലുള്ള ഈ ഇരുനില വീട്ടിലാണ് കേരളത്തെ നടുക്കിയ അരുംകൊലയുടെ തുടക്കവും ഒടുക്കവും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഈ വീട്ടിലാണ് കൊല ആസൂത്രണം ചെയ്ത് പ്രതി അഫാൻ ആദ്യ കുറ്റകൃത്യം ചെയ്യുന്നത്. അഫാന്റെ ഉമ്മയോടാണ് പണത്തിന് വേണ്ടി ആദ്യം തർക്കമുണ്ടാകുന്നത്. പണം കിട്ടാതെ വന്നതോടുകൂടി ഉമ്മയുടെ കഴുത്ത് ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ച ശേഷം നിലത്ത് ഇടിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ചുറ്റിക കൊണ്ട് തലയ്ക്കും നിരവധി വട്ടം ഇടിച്ചു. ഉമ്മ മരിച്ചെന്ന് കരുതി റൂം പൂട്ടിയ ശേഷം ഈ പ്രതി പിന്നീട് വീട് വിട്ട് ബൈക്കിൽ പുറത്തേക്ക് പോവുകയാണ്. അഫ്നാന്റെ അടുത്ത ഇര താഴെപ്പാങ്ങോട്ടെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ബാപ്പയുടെ ഉമ്മ സൽമ ബീവിയായിരുന്നു. 25 കിലോമീറ്റർ ഇപ്പുറമുള്ള ഈ വീട്ടിലെത്തി പ്രതി സൽമ ബീവിയോട് സ്വർണവും പണവും ആവശ്യപ്പെട്ടെന്നാണ് നിഗമനം. തുടർന്ന് തർക്കമുണ്ടായി. ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. തലയ്ക്ക് പിന്നിൽ ആഴത്തിനുള്ള മുറിവുണ്ട്. മുത്തശ്ശിയും കൊന്ന് അഫാൻ പിന്നീടെത്തിയത് പേരുമലയിലെ വീട്ടിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുള്ള യസൻപുരത്തെ ഈ ബന്ധുവീട്ടിലേക്ക്. അഫാനും പെൺ സുഹൃത്തും തമ്മിലുള്ള ബന്ധം വീട്ടിൽ തർക്കമായതിനെ തുടർന്ന് ബാപ്പയുടെ സഹോദരൻ അബ്ദുൽ ലത്തീഫ് ഇടപെട്ടിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ ഇവിടെ എത്തിയ അഫാൻ അബ്ദുൽ ലത്തീഫിനെയും ഭാര്യയെയും തുരുതുര ചുറ്റിക കൊണ്ട് അടിക്കുന്നു. 20ഓളം അടി ലത്തീഫിന് ഏറ്റെന്നാണ് പോലീസ് പറയുന്നത്. കൊലയ്ക്ക് ശേഷം ഈ വീട്ടിൽ നിന്നും അഫാൻ ഇറങ്ങി. ഇതാണ് അഫാന്റെ പെൺ സുഹൃത്ത് ഫർസാനയുടെ വെഞ്ഞാറമൂട് മുക്കന്നൂരിലെ വീട്. ഇവിടെ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 3:30 ട്യൂഷൻ എന്ന് പറഞ്ഞാണ് ഫർസാന ഇറങ്ങിയത്. കൂട്ടിക്കൊണ്ടുപോകാനായി ബൈക്കിൽ അഫാൻ കാത്തുനിന്നു. ഒന്നും അറിയാതെ ഫർസാന അഫാനൊപ്പം പേരുമലയിലെ വീട്ടിലേക്ക്. കൊലപാതക പരമ്പരയുടെ ഒടുക്കവും ഇതേ വീട്ടിലാണ്. 4 മണിയോടെയാണ് സ്കൂൾ വിട്ട് അഫാന്റെ കുഞ്ഞനുജൻ വീട്ടിലേക്ക് വരുന്നത്. ഈ ഘട്ടത്തിൽ പ്രതി അനുജനെയും കൂട്ടി ബൈക്കിൽ വെഞ്ഞാറുമൂടിലേക്ക് പോവുകയും മന്തി വാങ്ങുകയും ചെയ്തു. അഫാൻ വീടിനകത്തേക്ക് കയറിപ്പോകുന്നത് പിന്നീട് കേരളം കേട്ടത് നടുക്കുന്ന കൊലപാതക പരമ്പരയുടെ വിവരങ്ങളാണ്. ഈ കുറ്റകൃത്യം നടത്തിയ പ്രതി വീട്ടിൽ നിന്ന് കുളിച്ച് വസ്ത്രം മാറിയ ശേഷം ഈ ഗേറ്റ് താക്കോലിട്ട് പൂട്ടിയാണ് വെഞ്ഞാറുമൂട് സ്റ്റേഷനിൽ ഹാജരായി ഒരു കൂസലുമില്ലാതെ 6 പേരെ ഞാൻ കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് വെളിപ്പെടുത്തി. ഇത്രയുമാണ് ആ ഒരു വീഡിയോ. എന്താണ് അവൻ ചെയ്തതെന്നുള്ളതിനെ പറ്റി അവർ പറയുന്നൊരു വീഡിയോ.
അപ്പോൾ അവൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ. ഒന്നുമല്ല, ഓക്കെ, കടത്തിന് വേണ്ടിയിട്ടാണ് കൊന്നതെങ്കിലും ഇത്രയും പേരെ അവന് കൊന്നതുകൊണ്ട് എന്ത് കിട്ടി അവന്? അതിനുശേഷം അവൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഹാജരാവുന്നതുകൊണ്ട് അവൻ എന്ത് കിട്ടി? അവന്റെ കടങ്ങൾ ഒതുങ്ങിയോ? ഇല്ല. ഇതൊരിക്കലും കടത്തിന്റെയോ അവന്റെ മനസ്സിലുണ്ടായ മനോവൈകല്യത്തിന്റെയോ ഒന്നും ഒരു പ്രശ്നം കൊണ്ടുണ്ടായതല്ല. ഇതിനൊക്കെ പിന്നിൽ എന്തോ വലിയ കാര്യങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പോലീസ് അവൻ എന്തെങ്കിലും ഒഴിയുന്ന സമയത്ത് വന്ന് ന്യൂസിനോട് പറയാതെ, അല്ലാതെ മീഡിയയോട് പറയാതെ, അവന് നല്ല ചുട്ട അവനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള നിങ്ങളുടെ മുറകളൊക്കെ എടുത്ത് അവനോട് പറയിപ്പിക്കുക. 23 വയസ്സുള്ളവൻ ചെയ്ത തന്തയില്ലായ്മ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവനെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരു പൗരനെന്നുള്ള, അല്ലെങ്കിൽ അവനൊരു 23 വയസ്സുള്ളവനെന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തന്തയില്ലായ്മ, സ്വന്തം അനിയനെ, സ്വന്തം പെണ്ണിനെ, സ്വന്തം അമ്മയെ, അമ്മയുടെ ബന്ധുക്കളെ എല്ലാത്തിനെയും കൊന്നിട്ട് വന്നവനാണ് അവൻ. വെറും തന്തയില്ലാത്തവൻ. ആ അവനെ പറയിപ്പിക്കേണ്ട രീതിയിൽ പറയിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ സത്യം പറയും. അവ ഇനി ഒന്നും പറയാതെ, ഇനി ഒരു കള്ളത്തരം പറയാതെ, ഇനി പറയുന്നതെല്ലാം പൊക്കിക്കൊണ്ട് മീഡിയ എടുത്ത് വന്ന് പറയാതെ അവനെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കുക. ആ പറയിപ്പിച്ചിട്ട് ആ തെളിവ് സഹിതം അവനെ വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കുക. ആ ശിക്ഷ കേരളക്കരെ ഒന്നാകെ കാണുക. നാളെ ഇതുപോലത്തെ ഒരു വിധി ഒരച്ഛനും ആവർത്തിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലും ആവർത്തിക്കാതിരിക്കട്ടെ, ആർക്കും വരാതിരിക്കട്ടെ. ഇത്രയും പണ്ടൊക്കെ ആണെങ്കിൽ അച്ഛനമ്മ, ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഏത് മക്കള് ഇപ്പം പെൺകുഞ്ഞ് വേണോ ആൺകുഞ്ഞ് വേണോ എന്നുള്ള ചിന്തയിലാണ്. ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പെൺകുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ എത്തി എന്ന് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ ഫർസാനയ്ക്ക് വന്ന പോലെ ഉണ്ടാവാം. ഇനി ആൺകുഞ്ഞാണെങ്കിലോ അവർ നമ്മളെ തന്നെ കൊന്നാലോ? ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. പുറമേ കണ്ടാൽ ഒരു പ്രശ്നമില്ലാത്തൊരു പയ്യൻ, അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ ഒരു ക്രിമിനൽ സ്വഭാവം, അല്ലെങ്കിൽ ഒരു സാത്താന്റെ സ്വഭാവം, അതിപ്പോ വീട്ടിൽ തന്നെ കാണിച്ചില്ലേ? അപ്പൊ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ പറയുന്ന, അതായത് കൊന്നു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു നിയമവ്യവസ്ഥയിൽ കൂടി പോകുന്നത് കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തിരിച്ച് നല്ല മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു നിയമം വന്നാലേ ഈ പറയുന്ന തന്തയില്ലായ്മയ്ക്കൊക്കെ ഒരു അറുതി വരുള്ളൂ. അല്ലെങ്കിൽ ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നിയമത്തെയോ അല്ലെങ്കിൽ നിയമ സംവിധാന വ്യവസ്ഥയോ സർക്കാരിനെ പഠിച്ചിട്ട് കാര്യമില്ല. അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കാനായിട്ട് ഏതൊരു സർക്കാരാണെങ്കിലും, ഏതൊരു രാജ്യമാണെങ്കിലും, ഏതൊരു സർക്കാരാണെങ്കിലും അതിനായിട്ട് മുന്നിട്ട് വരണമെന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വാർത്തകൾ അറിയാം. എന്താണ് സംഭവം എന്നുള്ളത് പെട്ടെന്ന് തെളിയട്ടെ എന്തായാലും.